രൂക്ഷമായ വിഭാഗീയതയെ തുടർന്ന് നിർത്തിവെച്ച CPM തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് പുറത്ത്. റിപ്പോർട്ടിന്മേലുള്ള വിമർശനങ്ങൾ ചർച്ചയാകാതിരിക്കാൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഇടപെട്ട് പൂഴ്ത്തിവെച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ പ്രവർത്തിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ വിമർശനങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. 13-ാം തീയതി നിർത്തിവെച്ച ലോക്കൽ സമ്മേളനം ഇതുവരെ നടത്താനായിട്ടില്ല. പത്തനംതിട്ട തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും കടുത്ത വിമർശനങ്ങൾ ഉള്ളതിനാൽ വിവാദമാകുമെന്ന് വന്നതോടെ ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം പ്രതിനിധികളിൽ നിന്ന് തിരികെ വാങ്ങുകയും ചെയ്ത പ്രവർത്തന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. പീഡനക്കേസിൽ പ്രതിയായ CPIM പ്രാദേശിക നേതാവ് CC സജിമോനെതിരെ നടപടിയെടുത്തതിന്റെ പേരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ പ്രവർത്തിച്ചു എന്ന ഗുരുതരമായ ആക്ഷേപം ഉൾപ്പെടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. സജിമോനെ മുതിർന്ന നേതാക്കൾ സംരക്ഷിക്കുന്നതായും പാർട്ടി ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിക്ക് സഹായം ചെയ്യുന്നില്ല എന്നും സജിമോനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കാത്തതിൽ ഏരിയ കമ്മിറ്റിക്ക് വിരോധമെന്നും റിപ്പോർട്ടിൽ വിമർശിക്കുന്നു. സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് തന്നെയാണ് സജിമോന്റെ കാര്യത്തിൽ ലോക്കൽ കമ്മിറ്റിക്കുമുള്ളത്. പീഡനക്കേസ് പ്രതിയായ സജിമോനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും എതിർക്കുന്ന മറ്റൊരു വിഭാഗവും പാർട്ടിക്കുള്ളിലുണ്ടെന്നും സജിമോനും ഇയാളെ അനുകൂലിക്കുന്ന മറ്റ് നേതാക്കളും പാർട്ടിയെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിമർശനത്തിന്റെ പേരിൽ പ്രവർത്തന റിപ്പോർട്ട് തിരികെ വാങ്ങിയത് മാത്രമല്ല, CC സജിമോനെ പിന്തുണയ്ക്കുന്നവരെ ഒഴിവാക്കി പുതിയ ലോക്കൽ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കണമെന്ന ആവശ്യവും പ്രതിഷേധത്തിനും സമ്മേളനം നിർത്തിവെക്കുന്നതിനും കാരണമായി. പിന്നീട് ഇതുവരെ നടത്താനായിട്ടില്ല. അതേസമയം തിരുവല്ല ഏരിയ സമ്മേളനം ഡിസംബർ 11-ന് തുടങ്ങും. അതിനു മുൻപ് ടൗൺ നോർത്ത് സമ്മേളനം പൂർത്തിയാക്കണം. കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ സമവായ നീക്കങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായിട്ടില്ല. അമൃത ന്യൂസ്, പത്തനംതിട്ട.